പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ എക്കണോമിക്സ് ആസ് സയൻറ്റിസ്റ്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന പാഠവിഷയത്തിലെ മൊഡ്യൂൾ 2 തിങ്കിങ് ലൈക്ക് ആൻ എക്കണോമിക്സ് എന്നതിലെ ഒന്നാമത് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് എക്കണോമിക്സ് ഒരു സയൻറ്റിസ്റ്റ് ആണോ? അപ്പം എക്കണോമിക്സ് ലൈക്ക് സയൻറ്റിസ്റ്റ് ഇൻ അതർ ഫീൽഡ് സ്ട്രൈവ് ടു അപ്രോച്ച് ദെയർ സബ്ജക്റ്റ് വിത്ത് ഒബ്ജക്റ്റിവിറ്റി. മറ്റു ഫീൽഡിനെ പോലെ തന്നെ എക്കണോമിക്സും അവരുടെ സബ്ജക്റ്റിൽ, അവരുടെ ഫീൽഡിൽ അതൊരു ലക്ഷ്യത്തോടു കൂടി, ഒരു ധാരണയോടു കൂടിയാണ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. ഇവർ അപ്ലൈ എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ടു സ്റ്റഡി ദ എക്കോണമിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ സിസ്റ്റമാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിവൈസിങ് തിയറി, കളക്റ്റിംഗ് ഡാറ്റ ആൻഡ് അനലൈസിങ് ദ ഡാറ്റ ടു വെരിഫൈ ഓർ റെഫ്യൂട്ട് ദിസ് തിയറി. ഒരു തിയറി വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്, അത് അനലൈസ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് കേട്ടിട്ടുണ്ടാവും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഇതൊരു തിയറിയാണ്. ഈ തിയറി അനലൈസ് ചെയ്യണമെങ്കിൽ ഇത് കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യണം. എന്ത് ചെയ്യണം? ഡാറ്റ കളക്ട് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. അപ്പോൾ അതിന് പ്രൈസിൻ്റെ ഡാറ്റയും വേണം, ഡിമാൻഡിൻ്റെ ഡാറ്റയും വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഡെസ്പൈറ്റ് നോട്ട് യൂസിങ് ഫിസിക്കൽ ടൂൾസ് ലൈക്ക് ടെസ്റ്റ് ട്യൂബ് ഓർ ടെലസ്കോപ്പ്, എക്കണോമിക്സ് എംപ്ലോയ് ദ സയൻറ്റിഫിക് മെത്തേഡ് വിച്ച് ഇൻവോൾവ്സ് ഡിസ്പാഷനേറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് തിയറി അബൌട്ട് ഹൗ ദ വേൾഡ് വർക്ക്സ്. മറ്റു മേഖലകളെ അപേക്ഷിച്ചിട്ട് ഇവർ ടെസ്റ്റ് ട്യൂബുകളോ ടെലസ്കോപ്പുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല എക്കണോമിക്സുകൾ. പക്ഷേ ഇതൊരു സയൻറ്റിഫിക് മെത്തേഡാണ് എംപ്ലോയ് ചെയ്യുന്നത്. അതെന്താണ്? തിയറി ടെസ്റ്റ് ചെയ്യുക, തിയറി ഡെവലപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഒരു വേൾഡ് വർക്ക് ചെയ്യുന്നത്. ദിസ് അപ്രോച്ച് ഈസ് എ വാലിഡ് സ്റ്റഡിങ് എക്കണോമിക് ഫിനോമിന ആസ് ഇറ്റ് ഈസ് ഇൻ സ്റ്റഡിങ് ഫിസിക്കൽ ഫിനോമിന ലൈക്ക് ഗ്രാവിറ്റി ഓർ ബയോളജിക്കൽ പ്രോസസ്സ്. ഒരു ബയോളജിക്കൽ പ്രോസസ്സ് ഗ്രാവിറ്റി പോലെ തന്നെ ഇവിടെ ഒരു എക്കണോമിക് പ്രതിഭാസത്തെക്കുറിച്ച് ആണ് ഇവിടെ പഠിക്കുന്നത്. അതിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ചാണ് ഇത് പഠിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഫേമസ്ലി സൈഡ് ദ വോൾ ഓഫ് സയൻസ് ഈസ് നത്തിങ് മോർ ദാൻ ദ റീഫിൻമെൻറ്റ് ഓഫ് എവറിഡേ തിങ്കിങ്. നമ്മളെ ഓരോ ദിവസം നടക്കുന്ന പ്രതിഭാസത്തെക്കുറിച്ച് ആണ് ഒരു സയൻസ് എന്ന് പറയുന്ന മേഖല, ഒരു സയൻസ് നമ്മൾ പഠിക്കുന്നത് സയൻസിൽ. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഹൈലൈറ്റ് ദാറ്റ് സയൻറ്റിഫിക് മെത്തേഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസിൽ മാത്രമല്ല സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്, ഇത് മറ്റു സോഷ്യൽ സയൻസുകൾക്കും കൂടിയും ഒരു ഭാഗമുണ്ട്, ലൈക്ക് എക്കണോമിക്സ് പോലെ. ഹവർ മെനി പീപ്പിൾ ആർ നോട്ട് അക്കസ്റ്റമഡ് ടു വ്യൂയിങ് society through a scientific lens, which can make the application of scientific principles in economics seem unfamiliar. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ കൃത്യമായിട്ട് ഒരു സയൻറ്റിഫിക് ലെൻസോട് കൂടിയാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇവിടെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എക്കണോമിക്സിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെ യൂസ് ചെയ്യുക, അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. ഫോളോയിങ് ആർ സം ഓഫ് ദ പ്രോമിനൻ്റ് ആസ്പെക്ട് ജസ്റ്റിഫൈ ഹൗ എക്കണോമിക്സ് എംബഡി ദ ക്യാരക്ടേഴ്സ് ഓഫ് സയൻറ്റിസ്റ്റ്. ഒരു എക്കണോമിക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ സ്വഭാവങ്ങളുണ്ട് എന്ന് പറയുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് എംപിരിക്കൽ റിസർച്ച്. എക്കണോമിക്സ് കണ്ടക്ട് എംപിരിക്കൽ റിസർച്ച് ടു ടെസ്റ്റ് ഹൈപ്പോസിസ് ആൻഡ് തിയറീസ് യൂസിങ് റിയൽ വേൾഡ് ഡാറ്റ. റിയൽ വേൾഡ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഹൈപ്പോസിസ്, ഒരു തിയറി ടെസ്റ്റ് ചെയ്യുന്ന അതിനൊരു എംപിരിക്കൽ റിസർച്ചാണ് എക്കണോമിക്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ ലോ ഓഫ് ഡിമാൻഡ്. നമ്മളെ ഹൈപ്പോസിസ് എന്താണ്? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുമെന്നുള്ളത്. അതൊരു തിയറിയാണ്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് ലൈക്ക് സയൻറ്റിസ്റ്റ് എക്കണോമിക്സ് പ്രൈമറിലി ഡെവലപ്പ് ഹൈപ്പോസിസ് അബൌട്ട് ഹൗ എക്കണോമിക് സിസ്റ്റം വർക്ക് ആൻഡ് യൂസ് എംപിരിക്കൽ മെത്തേഡ് ടു ടെസ്റ്റ് ദിസ് ഹൈപ്പോസിസ്. എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈപ്പോസിസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഹൈപ്പോസിസ് എന്ന് പറയുന്നത് വില കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുമെന്നുള്ളത്. അപ്പോൾ ഒരു എക്കോണമി എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഹൈപ്പോസിസ് ചെയ്യുന്നുണ്ട്. നമ്മളെന്താ എംപിരിക്കൽ മെത്തേഡിലൂടെ ഈ ഹൈപ്പോസിസ് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൻ്റെ ആണെങ്കിൽ പ്രൈസിൻ്റെയും ഡിമാൻഡിൻ്റെയും ഡാറ്റ വെച്ചിട്ടാണ് ഈ ഹൈപ്പോസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. തിയറി ഡെവലപ്മെൻറ്റ്. എക്കണോമിക്സ് ഡെവലപ്പ് തിയറി ടു എക്സ്പ്ലെയിൻ എക്കണോമിക് ബിഹേവിയർ ആൻഡ് ഫിനോമിന. എക്കണോമിക് ബിഹേവിയറും പ്രതിഭാസവും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല തിയറികളും ഡെവലപ്പ് ചെയ്യും. നമ്മൾ കുറേ എക്കണോമിക് തിയറികളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിഡിക്റ്റീവ് മോഡലിംഗ്. എക്കണോമിക്സ് യൂസ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ടു മേക്ക് പ്രഡിക്ഷൻ അബൌട്ട് ഫ്യൂച്ചർ എക്കണോമിക് ഔട്ട്കം. ഫ്യൂച്ചറിലുള്ള എക്കണോമിക് ഔട്ട്കം പ്രഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകൾ എക്കണോമിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല മാത്തമാറ്റിക്കൽ മോഡലുകളൊക്കെ നമ്മൾ കേട്ടിട്ട് ഉണ്ടായിരിക്കും. മാക്രോ എക്കണോമിക് മോഡലുകളുണ്ട്, മൈക്രോ എക്കണോമിക് മോഡലുകളുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും Q = ഫങ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഇത് പ്രൊഡക്ഷൻ ഫങ്ഷനാണ്.
ഓക്കെ, ഇതൊരു മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റീവ് എൻക്വയറി. എക്കണോമിക്സ് പെർസ്യൂ ഒബ്ജക്റ്റിവിറ്റി എൻക്വയറി ഇൻ ടു എക്കണോമിക് ഫിനോമിന സ്ട്രൈവിംഗ് ടു മിനിമൈസ് ബയാസ് ആൻഡ് ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് ഇൻ ദെയർ റിസർച്ച്. എക്കണോമിക്സുകൾ എന്തുണ്ട്, ഒബ്ജക്റ്റീവ് എൻക്വയറി ചെയ്യുന്നുണ്ട് ഇൻ ടു എക്കണോമിക് ഫിനോമിന സ്ട്രൈവിംഗ് ടു മിനിമൈസ് ബയാസ് ആൻഡ് ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് ഇൻ ദെയർ റിസർച്ച്. അവരുടെ റിസർച്ചിലുള്ള ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസുകളും ബയാസ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെയ്യുന്നു, കൃത്യമായിട്ട് ഒരു ഒബ്ജക്റ്റീവ്, നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചേർന്നത്. ഫലാസിബിലിറ്റി. എക്കണോമിക്സ് ട്രൈസ് ടു ഡെവലപ്പ് തിയറീസ് ആൻഡ് മോഡൽസ് ദാറ്റ് ആർ ഫലാസിബിൾ, ദാറ്റ് ഈസ് capable ഓഫ് ബീങ് പ്രൂവൺ ഫാൾസ് ത്രൂ എംപിരിക്കൽ എവിഡൻസ്. അപ്പോൾ എക്കണോമിക്സുകൾ തിയറികൾ ഡെവലപ്പ് ചെയ്യുന്ന മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അത് ഫലാസിബിൾ ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവൺ ചെയ്യാൻ പറ്റും, ഫാൾസ് ആണോ ശരിയാണോ ത്രൂ എംപിരിക്കൽ എവിഡൻസ്. ഓപ്പൺസ് ടു റിവിഷൻ. ലൈക്ക് സയൻറ്റിസ്റ്റ്, എക്കണോമിക്സ് ആർ ഓപ്പൺ ടു റിവൈസിങ് ദെയർ തിയറി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കുന്നത്, അത് ഓപ്പൺ ആയിരിക്കും, നമുക്കതിൽ മാറ്റങ്ങൾ വരും എന്നുള്ള. തിയറീസ് ആൻഡ് മോഡൽസ് ഇൻ ദ ലൈറ്റ് ഓഫ് ന്യൂ എവിഡൻസ് ആൻഡ് ഇൻസൈറ്റ്. പുതിയ എവിഡൻസിൻ്റെയും ഇൻസൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തിയറികളിലൊക്കെ മാറ്റങ്ങൾ വരാം. റിപ്ലിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. എക്കണോമിക്സ് എൻകറേജ് അതർ റിസർച്ചേഴ്സ് ടു റിപ്ലിക്കേറ്റ് ദെയർ സ്റ്റഡീസ് യൂസിങ് ഡിഫറെൻറ്റ് ഡാറ്റ സെറ്റ് ഓർ മെത്തഡോളജീസ് ടു വെരിഫൈ ദ റോബസ്റ്റ്നെസ് ഓഫ് ദെയർ ഫൈൻഡിങ്സ് ആൻഡ് എൻഹാൻസ് ദ ക്രെഡിബിലിറ്റി ഓഫ് എക്കണോമിക് റിസർച്ച്. എക്കണോമിക് റിസർച്ചിനെ ക്രെഡിബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ തിയറി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവരെന്താണ്, അത് എക്കണോമിക്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു റിസർച്ചേഴ്സിന് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും ഡിഫറെൻറ്റ് ഡാറ്റയും മെത്തഡോളജി യൂസ് ചെയ്ത് വെരിഫൈ ചെയ്യണം, വാലിഡേറ്റിയും അത് കറക്റ്റാണോ എന്ന് മെഷർ ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്. സയൻറ്റിഫിക് മെത്തേഡ്, ഒബ്സർവേഷൻ തിയറി ആൻഡ് മോർ ഒബ്സർവേഷൻ. ദ സയൻറ്റിഫിക് മെത്തേഡ് ഈസ് എ കോർ ആസ്പെക്ട് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ കോർ ആസ്പെക്റ്റാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ് സെവറൽ സ്റ്റെപ്പ് ആസ് ഇലുസ്ട്രേറ്റ് ഐസക് ന്യൂട്ടൺ ഫേമസ് ഒബ്സർവേഷൻ ഓഫ് ആൻ ആപ്പിൾ ഫാളിങ് ഫ്രം എ ട്രീ വിച്ച് ലെഡ് ഹിം ടു ഡെവലപ്പ് തിയറി ഓഫ് ഗ്രാവിറ്റി. അപ്പം ഐസക് ന്യൂട്ടൻ്റെ പ്രധാനപ്പെട്ട തിയറി ഉണ്ട്, ഗ്രാവിറ്റി തിയറി, ഗുരുത്വാകർഷണ ബലം എന്ന് പറയും. ആപ്പിൾ വീണ് കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് പതിക്കുന്നുള്ള അതാണ് തിയറി ഓഫ് ഗ്രാവിറ്റി. ദിസ് തിയറി വൺസ് ഫോർമുലേറ്റഡ് വാസ് ടെസ്റ്റഡ് ആൻഡ് റിഫൈൻഡ് ത്രൂ ഫർദർ ഒബ്സർവേഷൻ ബിക്കമിങ് എ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഇൻ ഫിസിക്സ്. ഇത് ആൾറെഡി ഫോർമുലേറ്റ് ചെയ്തൊരു തിയറിയാണ്, ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫർദർ ഒബ്സർവേഷൻ അല്ലേ. പക്ഷേ ഇതെന്താണ്, ഒരു ബിക്കമിങ്, അതിലൂടെ എന്ത് ചെയ്ത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ, ഫിസിക്സിലെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ കുറേ ടെസ്റ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ വരുന്നു. ഇനി എക്കണോമിക്സ് സിമിലർ പ്രോസസ് ഒക്കെ, എക്കണോമിക്സിൽ സിമിലർ പ്രോസസ്സ് വീണ്ടും ഒക്കെ. ഇൻ എക്കണോമിക്സ് മൈറ്റ് ഒബ്സർവർ എ സിറ്റുവേഷൻ സച്ച് ആസ് റാപ്പിഡ്ലി ഇൻക്രീസിങ് പ്രൈസ് ഇൻ എ കൺട്രി. ഒരു ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഒരു സിറ്റുവേഷനെ. അപ്പോൾ ഉദാഹരണത്തിന് പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രാജ്യത്ത് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും, നമ്മളെല്ലാ സാധനങ്ങളുടെ വിലയും കാലക്രമേണ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു കാലത്ത് യൂസ് ചെയ്തിരുന്ന, നമ്മളൊരു 10 കൊല്ലം മുമ്പ് നിങ്ങൾ യൂസ് ചെയ്തിരുന്ന പല സാധനങ്ങളുടെ വിലയും ഇപ്പോൾ വളരെ ഹൈ ആയിട്ടുണ്ടായിരിക്കും. തിയറി ഡെവലപ്മെൻറ്റ്. ഫ്രം ദിസ് ഒബ്സർവേഷൻ ദ എക്കണോമിക്സ് മൈറ്റ് ഡെവലപ്പ് എ തിയറി. ഇൻഫ്ലേഷൻ ഒക്കേസ് വെൻ ഗവൺമെൻറ് പ്രിൻസ് ടു മച്ച് മണി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഗവൺമെൻറ് കൂടുതലായിട്ട് പണം പ്രിൻറ്റ് ചെയ്യും തോറും എന്തെങ്കിലും ഇൻഫ്ലേഷൻ ഉണ്ടാകും. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എന്തെങ്കിലും കൂടുതൽ പണം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ആളുകളിലേക്ക് കൂടുതൽ പണം എത്തും. ആ പണത്തിലൂടെ കൂടുതൽ ഡിമാൻഡ് ചെയ്യും, അതിലൂടെ വില കൂടും എന്നുള്ളതാണ് പറയുന്നത്. ടെസ്റ്റിൻ്റെ തിയറി. ടു ടെസ്റ്റ് ദിസ് തിയറി ദ എക്കണോമിക്സ് വുഡ് കളക്ട് ഡാറ്റ ഓൺ പ്രൈസസ് ആൻഡ് മണി സപ്ലൈ ഫ്രം വേരിയസ് കൺട്രീസ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്രൈസിൻ്റെ ഡാറ്റയും മണി സപ്ലൈയുടെ ഡാറ്റയും എന്ത് ചെയ്യും, എടുക്കും. ഇഫ് ദ ഡാറ്റ ഷോസ് സ്ട്രോങ് കോറിലേഷൻ ബിറ്റ്വീൻ മണി സപ്ലൈ ഗ്രോത്ത് ആൻഡ് ഇൻഫ്ലേഷൻ. അപ്പം ഈ ഡാറ്റയിൽ നമുക്ക് ലഭിക്കുക, മണി സപ്ലൈ കൂടുന്തോറും ഇൻഫ്ലേഷൻ കൂടും എന്ന് പറഞ്ഞാൽ ആളുകളെ കയ്യിൽ പണം കിട്ടും തോറും മണി സപ്ലൈ കൂടുക പറഞ്ഞാൽ തന്നെ ആളുകളുടെ കയ്യിൽ സർക്കുലേഷൻ ആയിട്ടുള്ള പണത്തിൻ്റെ അളവ് കൂടുക, അത് കൂടുന്തോറും ഇൻഫ്ലേഷൻ കൂടും, സാധനങ്ങളുടെ വില കൂടും. എന്തുകൊണ്ടാണ്, കൂടുതൽ ആളുകളെ കയ്യിൽ പണത്തിയാൽ കൂടുതൽ സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടും, അതിലൂടെ വില കൂടും. ദ തിയറി ഓഫ് ഗെയിൻ ക്രെഡിബിലിറ്റി. അതിലൂടെ തിയറി ഓഫ് ക്രെഡിബിലിറ്റി. ഇഫ് ദർ ഇസ് നോ കോറിലേഷൻ ദ തിയറി മൈറ്റ് ബി ഡിസ്കാർഡഡ് ഓർ റിവൈസ്ഡ്. ഈ തിയറി കോറിലേഷൻ ഇല്ലെങ്കിൽ ദ തിയറി മൈറ്റ് ബി ഡിസ്കാർഡഡ് ആയിരിക്കും, റിവൈസ് ചെയ്യും. അവർ അൺലൈക്ക് നാച്ചുറൽ സയൻസ് എക്കണോമിക് ഫേസ് യുണീക്ക് ചാലഞ്ചസ്. അതുപോലെ തന്നെ നാച്ചുറൽ സയൻസിനെ പോലെ അല്ലാതെ എക്കണോമിക്സ് കുറേ യുണീക്ക് ചലഞ്ചുകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്ന് എക്സ്പെരിമെൻ്റൽ ലിമിറ്റേഷൻ. എക്കണോമിക്സ് കനോട്ട് കണ്ടക്ട് കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് ആസ് ഈസിലി ആസ് നാച്ചുറൽ സയൻറ്റിസ്റ്റ്. നാച്ചുറൽ സയൻറ്റിസ്റ്റിലുള്ളതുപോലെ കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് നടത്താൻ സാധിക്കില്ല. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് കുറച്ച് ആളുകൾക്ക് എന്ത് ചെയ്ത് നമ്മൾ മരുന്ന് കൊടുത്തു. ആ മരുന്ന് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റിലൂടെയാണ് കൊറോണക്കുള്ള മരുന്ന് നമ്മൾ കണ്ടെത്തുന്നത്.
അപ്പോൾ ആ ഒരു കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് അവിടെ നടത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എ ഫിസിസ്റ്റ് ക്യാൻ ഡ്രോപ്പ് ഒബ്ജക്റ്റ് ഇൻ എ ലാബ്സ് ടു സ്റ്റഡി ഗ്രാവിറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിസിക്സ് എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യും. ബട്ട് ആൻ എക്കണോമിക്സ് കനോട്ട് മാനിപ്പുലേറ്റ് എ കൺട്രീസ് മോണിറ്ററി പോളിസി ടു സ്റ്റഡി ഇൻഫ്ലേഷൻ. അപ്പോൾ ഒരു ഫിസിക്സ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു സാധനം നിലത്ത് ഇട്ട് നോക്കാം, ആ തിയറി ശരിയാണെന്ന് നോക്കാം. പക്ഷേ എക്കണോമിക്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മോണിറ്ററി പോളിസി പുതിയൊരു മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷനെ കുറിച്ച് പഠിക്കാനൊന്നും കഴിയില്ല. ഓക്കെ, നാച്ചുറൽ എക്സ്പെരിമെൻറ്റ്. എക്കണോമിക്സ് ഓഫൺ റിയലി നാച്ചുറൽ എക്സ്പെരിമെൻറ്റ് ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് ഓർ പോളിസി ചേഞ്ച് പ്രൊവൈഡ് ഡാറ്റ ഫോർ അനാലിസിസ്. ഹിസ്റ്റോറിക്കൽ ഇവൻറ്റും പോളിസി ചേഞ്ചുമാണ് അനാലിസിസ് ചെയ്യാനുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ ഓയിൽ പ്രൈസ് shock due to Middle East conflict can be studied to understand impact of resource scarcity on the global economy. ഓയിൽ പ്രൈസിൻ്റെ ഷോക്ക് ഉണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിലുള്ള കോൺഫ്ലിക്റ്റ്. പണ്ട് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലുള്ള കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് ഓയിൽ പ്രൈസ് ഷോക്കിന് അത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി, റിസോഴ്സിൻ്റെ സ്കേഴ്സിറ്റി എന്ത് ചെയ്യും ഗ്ലോബൽ എക്കോണമിയിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. റോൾ ഓഫ് അസംഷൻ ഇൻ എക്കണോമിക്സ്. ഒന്നാമത്തത്, ഇൻ ബോത്ത് നാച്ചുറൽ ആൻഡ് social science assumption play a crucial role in simplifying complex reality to make problem more manageable and understandable. നാച്ചുറൽ സയൻസിലും സോഷ്യൽ സയൻസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അസംഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ സിംപ്ലിഫൈ ചെയ്യുന്നതിനുള്ള ഒരു മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. എക്കണോമിക്സ് ലൈക്ക് ഫിസിക്സ് യൂസ് അസംഷൻസ് ടു സ്ട്രിപ്പ് ഡൗൺ റിയൽ വേൾഡ് കോംപ്ലക്സിറ്റി ആൻഡ് ഫോക്കസ് ഓൺ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ പ്രോബ്ലം. സിംപ്ലിഫിക്കേഷൻ ത്രൂ അസംഷൻ. Economics might assume a world with only 2 countries and 2 goods when studying international trade. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംപ്ലിഫിക്കേഷനിലൂടെ എന്ത് ചെയ്യേണ്ട, അസംഷനിലൂടെ. അപ്പോൾ നമ്മൾ പൊതുവേ ഇൻ്റർനാഷണൽ ട്രേഡിലുള്ള പല തിയറികളും പറയുന്നത് 2 countries 2 goods എന്നുള്ള രീതിയിലേക്ക് കയറും. ഓക്കെ, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, റിലേറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിലൊക്കെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിലൊക്കെ ഈ രീതിയിലാണ് പറയുന്നത്. ഇത് സിംപ്ലിഫൈ ആണ്. These assumptions simplify the problem and help focus on fundamental aspect of trade. ഇത് സിംപ്ലിഫൈ ചെയ്യണം. കുറേ രാജ്യങ്ങളെടുത്ത് ചിലപ്പോൾ പഠിക്കാൻ സാധിക്കില്ല. ഓക്കെ, ആർട്ട് ഓഫ് സയൻറ്റിഫിക് തിങ്കിങ്. ദ ചലഞ്ചസ് ഇൻ സയൻറ്റിഫിക് തിങ്കിങ് ലൈസ് ഇൻ ഡിസൈഡിങ് വിച്ച് അസംഷൻ ടു മേക്ക്. ഏത് അസംഷനാണ് എടുക്കേണ്ടത്. അസംഷൻ മസ്റ്റ് ബാലൻസ് സിംപ്ലിസിറ്റി വിത്ത് റിയലിസം ടു എൻഷുർ ദാറ്റ് ദ മോഡൽ പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻസൈറ്റ് വിത്തൗട്ട് ബീങ് ഓവർലേ കോംപ്ലക്സ് ഓർ അൺറിയലിസ്റ്റിക്. അപ്പം ഈ സയൻറ്റിഫിക് തിങ്കിങ് ഒരു ആർട്ടാണ് ഇതിലൂടെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഇൻ എക്കണോമിക്സ് ഡിഫറെൻറ്റ് അസംഷൻ ആർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് കോൺടാക്ട്സ്. ഓരോ കോൺടാക്സ്റ്റിലും ഡിഫറെൻറ്റ് അസംഷനാണ്. ചില കേസിൽ ഷോർട്ട് റൺ ആയിരിക്കും, ചില സമയത്ത് ലോങ് റൺ അനാലിസിസ് ആയിരിക്കും. അസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. കോണ്ടസ്റ്റൽ assumption. When studying short-term effect of a policy, economics might assume that prices are fixed because many prices change infrequently. നമ്മൾ ഷോർട്ട് ടൈം എഫക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയും ചില പ്രൈസുകളൊക്കെ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്തുകൊണ്ട് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. ഫോർ ലോങ് ടൈം എഫക്റ്റ് വേർ പ്രൈസസ് ആർ മോർ ലൈക്ലി ടു അഡ്ജസ്റ്റ്, എക്കണോമിക്സ് അസ്യൂം ദാറ്റ് പ്രൈസസ് ആർ ഫ്ലെക്സിബിൾ. ലോങ് ടേമിലാണെങ്കിൽ നമ്മൾ പ്രൈസൊക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ദിസ് ഫ്ലെക്സിബിലിറ്റി ഇൻ അസംഷൻ അലോസ് എക്കണോമിക്സ് ടു അപ്ലൈ ദെയർ മോഡൽ അപ്രോപ്രിയേറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടസ്റ്റ് ഓഫ് ദ അനാലിസിസ്. അപ്പോൾ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഒരു നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ഈ പാർട്ട് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതാണ്. ഓക്കെ, താങ്ക് യു.